യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ പരിസയ്യർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവദിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവ് എന്നോടുകൂടെയുണ്ട്. ദൈവവചനം ആവർത്തിച്ച് ചൊല്ലിയും ആവർത്തിച്ച് വായിച്ചും സുവിശേഷത്തിൽ വിശ്വസിച്ച് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചെടുക്കാം. വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ അത് കുറേ കഴിയുമ്പോൾ അത് തണുത്ത് ഒരു വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്. ആഴമേറിയ ശക്തമായ ഒരു ശക്തിയായ ഒരു വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. വിശ്വസിച്ചു, തന്നു, പ്രാർത്ഥിച്ചു, കിട്ടിയില്ല എന്നൊരു വിശ്വാസം. തരുമെന്നും കിട്ടുമെന്നും ഉറച്ചു വിശ്വസിക്കുവാൻ നാം ദൈവവചനം ആവർത്തിച്ച് ദിവസവും വായിക്കണം. വചനം ഇങ്ങനെ വീഡിയോ ആയിട്ടിടുമ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കണ്ണിന് മൂടലുള്ളവർക്കും എല്ലാം എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ യാത്രയിലാണെങ്കിൽ തന്നെ നമുക്ക് വചനം ഒരു വീഡിയോ കേട്ടാൽ മതിയല്ലോ. ഒരു വ്യക്തിയിലെങ്കിലും നമ്മൾ വചനം പങ്കുവയ്ക്കുവാണെങ്കിൽ നമ്മൾ ദിവസവും വേദനിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം തന്നെ നമുക്ക് ഉത്തരം തരും. ദൈവം പറഞ്ഞിട്ടുണ്ട്, വചനം പങ്കുവയ്ക്കുക, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഓരോരുത്തരോടും. അത് ഒരു വീഡിയോ അയച്ചു കൊടുത്തോ അല്ലെങ്കിൽ വീഡിയോ കേട്ടോ, നമ്മൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ, അത് ഞാനിടുന്ന വീഡിയോ ആകണമെന്നില്ല, വചനം എന്നും പങ്കുവയ്ക്കുവാൻ നമ്മൾ ഓരോരുത്തരും മരിക്കുന്നത് വരെ കടപ്പെട്ടവരാണ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. അപ്പം നമുക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. നമ്മൾ മക്കൾക്ക് കൊണ്ടോ ഭർത്താവിന് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ ചെയ്യുന്നത് ഒന്നും നമുക്ക് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതെല്ലാം നമ്മുടെ കടമയാണ്. ഇത് നമുക്ക് സമ്പാദിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന് വചനം പങ്കുവെച്ച് സുവിശേഷം പ്രസംഗിച്ച് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും നിഷ്കളങ്കമാക്കി കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത്. മറ്റൊന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് വചനം വായിച്ചും വചനം പങ്കുവെച്ചും നമ്മളുടെ വിശ്വാസം തീക്കട്ട പോലെ ചൂടെങ്ങനെ എത്തുന്നു അതുപോലെ ശക്തമായ ഒരു വിശ്വാസം നമ്മളിലേക്ക് കൊണ്ടുവരാൻ, ആ വിശ്വാസത്തിലാണ് ദൈവം നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിച്ചു തരുന്നത്.